തൃശൂരിലെ തോൽവി പാർട്ടി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കെ മുരളീധരനെ വയനാടുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങൾ സാങ്കല്പികം മാത്രം. കേരള കോൺഗ്രസുമായി ഇപ്പോൾ ചർച്ചകളില്ലെന്നും വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുന്നിട്ടില്ല. അവിടുത്തെ തോൽവിയെക്കുറിച്ച് ഗൗരവമായിട്ട് അത് പരിശോധിക്കും. അത് KPCC അധ്യക്ഷൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, രാഹുൽ ഗാന്ധി വയനാട് ഒഴിയും എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് കെ മുരളീധരന്റെ പേര് വയനാടുമായി ബന്ധിപ്പിച്ച് ഉയർന്നത്. എന്നാൽ വയനാട്ടിൽ ആരായിരിക്കും മത്സരിക്കുക? അത്തരം എന്തെങ്കിലും സൂചനകൾ വി.ഡി. സതീശൻ നൽകിയോ? ഒരിക്കലുമില്ല. വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ നേരത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ തള്ളുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം വയനാടുമായി ബന്ധിപ്പിച്ച് കെ മുരളീധരന്റെ പേര് ഇപ്പോൾ കേൾക്കുന്നത് സാങ്കല്പികമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ യു ഡി എഫിലാണ് ചർച്ച നടക്കേണ്ടത്. അതിന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശവും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം പറഞ്ഞിരിക്കുന്നത് ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിനെ വീണ്ടും UDF എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നിട്ടില്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. വി.ഡി. സതീശന്റെ ഈ പ്രതികരണത്തിന് തൊട്ടു മുൻപ് പക്ഷേ കെ സുധാകരൻ പറഞ്ഞത് അങ്ങോട്ട് പോയിട്ടായാലും ഇനി അഥവാ ഇങ്ങോട്ട് വന്നിട്ടായാലും കേരള കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുമെന്നാണ്. പക്ഷെ തൽക്കാലം കേരള കോൺഗ്രസുമായി UDF മടങ്ങിയെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടത്തില്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഇരുവർക്കും ഇടയിൽ ഈ വിഷയത്തിൽ ഒരു രണ്ടഭിപ്രായമുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഇരുവരുടെയും പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ ആലത്തൂരിലെയും തൃശ്ശൂരിലെയും പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്താനോ ആരെക്കുറിച്ചും അഭിപ്രായം പറയാനോ ഇല്ല. വിശദമായി ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം തീരുമാനം പാർട്ടി തലത്തിൽ വരട്ടെ. ഒപ്പം വയനാട്ടിൽ ഉൾപ്പെടെയുള്ള UDF സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിലല്ലല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത് എന്ന ഒരു മറുപടിയാണ് വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. വയനാടുമായി ബന്ധപ്പെട്ട് മുരളീധരന്റെ പേര് ഇപ്പോൾ കേൾക്കുന്നത് സാങ്കല്പികം എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത്. നിഖിൽ, എന്തായാലും KPCC അധ്യക്ഷൻ പറഞ്ഞതും വി.ഡി. സതീശൻ പറഞ്ഞതും തമ്മിലുള്ള ഭിന്നത അല്ലെങ്കിൽ വ്യത്യാസം പ്രകടമാണ്. വലിയൊരു വിജയം, വലിയൊരു മുന്നേറ്റത്തിന് ശേഷം വീണ്ടും അത്തരത്തിലൊരു ഭിന്നത പ്രകടമാകുന്നതിൽ പാർട്ടിക്കിടയിൽ ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടോ? KPCC പ്രസിഡന്റും തമ്മിൽ നേരത്തെ തന്നെ പലതരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ട്. ഇരുവരും പൊതുവേദിയിൽ പോലും മുഖാമുഖം വരുന്ന സാഹചര്യങ്ങളൊക്കെ നാം കണ്ടതുമാണ്. അതിനിടയിൽ ഇത്രയും വലിയൊരു വിജയം UDF നേടി നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വിജയത്തിന്റെ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യമായി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് അവർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരാം, അങ്ങനെ ചർച്ച നടത്താം. ഇനി അവർ വരുന്നില്ല എങ്കിൽ അങ്ങോട്ട് പോയിട്ടായാലും ചർച്ച നടത്തുമെന്നാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് ഈ കേരള കോൺഗ്രസിനെ UDF എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് തന്നെയാണ്. അതേസമയം സതീശൻ അങ്ങനെ ഒരു നീക്കവും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഭിന്നത ഇരുവർക്കിടയിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇരുവരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി നിഖിൽ, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവേശനവും അതുപോലെ തന്നെ കെ മുരളീധരൻ വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ള കാര്യത്തിലും KPCC അധ്യക്ഷനും വി.ഡി. സതീശനും ഭിന്ന അഭിപ്രായങ്ങളാണ്. ആ വിവരങ്ങളായിരുന്നു നിഖിൽ നൽകിയത്.